പ്രമുഖ സംവിധായകർക്കും നടന്മാർക്കുമെതിരെ അതീവ ഗുരുതരമായ പരാതികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. SITക്ക് കോടതി നിർദ്ദേശപ്രകാരം കൈമാറിയ റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമുണ്ട്. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നതായാണ് സൂചന. കഥ പറയാനെന്ന് പറഞ്ഞ റൂമിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗ ശ്രമം നടത്തിയ ചില സംവിധായകരെക്കുറിച്ചും ശരീരത്തിൽ കടന്നുപിടിച്ച ചില പ്രമുഖ നടന്മാരെക്കുറിച്ചുമൊക്കെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പല പ്രമുഖ നടന്മാരും പരാതികൾ പറഞ്ഞതായാണ് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. സ്റ്റണ്ട് മാസ്റ്റർമാരിൽ നിന്നുവരെ ആക്രമണം നേരിട്ടതായി പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും പരാതികളുണ്ട്. ചില സംവിധായകരെയും നടന്മാരെയും കുറിച്ച് പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് പലരും പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്നതിനാൽ മൊഴികൾ പുറത്തുവിടുന്നതിൽ ഞങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കുകയാണ്. എന്നാൽ പരാതികളുടെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം പലരും പുറത്തു വിളിച്ചു പറഞ്ഞ ആരോപണങ്ങളെക്കാൾ ഗുരുതരമായ പരാതികളാണ് കമ്മിറ്റിക്ക് മുമ്പാകെ പലരും പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പരാതിയുള്ളവർ അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന പക്ഷം അത് അന്വേഷിക്കണമെന്നാണ് അന്വേഷണ സംഘവും സർക്കാരും കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ നിർബന്ധിതമാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പരാതികളുടെ സ്വകാര്യത ഉറപ്പാക്കുമ്പോൾ തന്നെ അതിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത അടിയന്തര നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കണമെന്നാണ് സിനിമാ മേഖലയിലുള്ളവരുടെയും അഭിപ്രായം. ചില മുൻനിര നടന്മാർ, ചില മുൻനിര സംവിധായകർ എന്നിങ്ങനെ പ്രമുഖർക്കെതിരെ തന്നെ ഉയർന്നിട്ടുള്ള പരാതികൾ സിനിമാ പ്രവർത്തകരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരും പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കട്ടെ എന്നാണ് ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.